അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തീപിടുത്തത്തിൽ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകുന്നതിനും തീരുമാനിച്ചിരുന്നു. പക്ഷേ പോകുന്നതിന് മുൻപ് ക്ലിയറൻസ് ഉണ്ടാകില്ല എന്ന അറിയിപ്പ് തന്നെ കിട്ടി. ഇപ്പോൾ ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഔചിത്യമോ അനൗചിത്യമൊന്നും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ. അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. കുവൈറ്റിൽ ദാരുണാന്തം നേരിട്ട മക്കളെ കേരളം ഏറ്റുവാങ്ങി. കടലിനക്കരെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നാടിൻ്റെ യാത്രാമൊഴി. ദുരന്തം മൂലം നീട്ടിവെച്ച ലോക കേരള സഭ വൈകി ആരംഭിച്ചു. സമയനഷ്ടം കാര്യപരിപാടികളെ ബാധിക്കാതിരിക്കാൻ ഇന്നു വൈകിയും സഭ ചേരുന്നു. കേരളത്തിൻ്റെ പ്രതിനിധിയായി കുവൈത്തിലെ ദുരന്ത രംഗത്തേക്ക് പോകാൻ പുറപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് യാത്രാനുമതി നിഷേധിച്ചതിൽ വിവാദം ഉണ്ടാക്കേണ്ട ഒന്നുമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൻ്റെ പ്രതിനിധിയുടെ യാത്ര വിലക്കിയതിനെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ട്, വേറെ ആരും ഇനി വേണ്ട എന്ന സമീപനം ശരിയല്ല എന്ന് ലോക കേരള സഭാവേദിയിൽ മുഖ്യമന്ത്രി. ദുരന്തബാധിതരെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അത് തടഞ്ഞത് ഔചിത്യമല്ല എന്നും മുഖ്യമന്ത്രി. ധൂർത്ത് എന്ന വിമർശനത്തെയും അനാവശ്യം എന്ന കുറ്റപ്പെടുത്തലിനെയും CPIM-ന്റെ പണപ്പിരിവ് യന്ത്രം എന്ന ആരോപണത്തെയും തള്ളിക്കളഞ്ഞ് 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി അക്ഷരാർത്ഥത്തിൽ ലോക കേരള സഭ തന്നെയായി 4ാം ലോക കേരള സഭ തിരുവനന്തപുരത്ത്. ഏറ്റുമുട്ടുന്ന ആശയങ്ങളെല്ലാം നിരത്തിവെച്ചുകൊണ്ട് ഈ വാർത്തക്കാഴ്ചയുടെ അടരുകളിലേക്കും ആഴങ്ങളിലേക്കും പോകാൻ ശ്രമിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഇന്ന് ഈ പരിപാടിയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM, ജിൻഷാദ് ജിന്നാസ് കോൺഗ്രസ്, ജേക്കബ് ജോർജ് മുതിർന്ന പത്രപ്രവർത്തകൻ, ബെന്യാമിൻ എഴുത്തുകാരൻ. ആദ്യം ഞാൻ CPIM-ന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് അനിൽകുമാറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മുഴുവൻ മലയാളികളും ഉറങ്ങാൻ പോകുമ്പോൾ വീടുകളിലെല്ലാം വെളിച്ചം അണഞ്ഞു കഴിയുമ്പോഴും ഇന്ന് ലോക കേരള സഭ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നീട്ടിവെച്ച സമ്മേളനം ഇന്നത്തെ ഒരു നടപടിക്രമവും ഒഴിവായി പോകാതിരിക്കാൻ വേണ്ടി പാതിരാവോളം ചേരാൻ പോവുകയാണ്. ദുരന്തങ്ങളുണ്ടായാലും ചെയ്യേണ്ട കടമകൾ ചെയ്തു തീർക്കും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി വേദന അടക്കിപ്പിടിച്ച് ആ സമ്മേളനം ചേരുന്നു. ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ CPIM-ന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്, അതിലുപരി അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന നിലയ്ക്ക് താങ്കൾ എന്തു പറയുന്നു? വിദേശ മലയാളി എന്ന് പറഞ്ഞാൽ അത് വിദേശത്ത് ജോലിയെടുക്കാൻ പോകുന്ന തൊഴിലാളിയാണ്. നിങ്ങൾക്ക് ആഗോളവൽക്കരണം നടപ്പാക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലും മൂലധനത്തിന് പറന്നിറങ്ങാം. എന്നാൽ തൊഴിലാളി അവൻ്റെ അധ്വാന ശക്തിയുമായി ലോകത്തിൻ്റെ നാനാ കോണിലേക്ക് ചെല്ലുമ്പോൾ അവിടെയെല്ലാം കുടിയേറ്റ വിരുദ്ധ നിയമം കൊണ്ട് തൊഴിലാളിയെ അധ്വാന ശക്തിയെ വരിഞ്ഞിടുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ലോകത്തെ പല കാര്യങ്ങളിലും ബദലുയർത്തിക്കൊണ്ടിരിക്കുന്ന കേരളം, ആ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്നൊരു ഗവൺമെൻറ് ലോകമെമ്പാടും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെന്ന നിലയ്ക്ക് വിദേശ മലയാളികളെ, വിദേശത്ത് പോയ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ അധ്യായം കേരളത്തിൽ രൂപം കൊടുത്തിട്ടുള്ളത്. ഈ പദ്ധതിയോട്, ഈ പരിപാടിയോട് ലോക കേരള സഭയോട് കേരളത്തിലെ വലതുപക്ഷം, കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, കേന്ദ്ര സർക്കാരുകൾ ഇവയെല്ലാം വളരെ വളരെ നികൃഷ്ടമായൊരു നിലയാണ്
സ്വീകരിച്ചിട്ടുള്ളത്. വിദേശത്ത് പോകുന്ന മലയാളി ആടുജീവിതം നയിച്ചാൽ മതി. ബഹുമാനപ്പെട്ട ബെന്യാമിൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ മസ്ത്രകളിൽ അലിഞ്ഞു തീരുന്ന മലയാളിയുടെ യൗവനവും മലയാളിയുടെ പൗരുഷവും മലയാളിയുടെ ജീവിതവുമെല്ലാം നമ്മുടെ കൺമുമ്പിലൊരു യാഥാർത്ഥ്യമാക്കി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ആ ജീവിതത്തിൽ നിന്നും നജീബിന് മോചനം നേടാൻ, അതേപോലെ നജീബുമാർക്ക് മോചനം നേടാൻ ഒരു ഗവൺമെൻറ് എന്തു ചെയ്യണം, ഒരു സംസ്ഥാന സർക്കാർ എന്തു ചെയ്യണം, അത് ലോകമുള്ള മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ലോക കേരള സഭയുടെ ലക്ഷ്യം. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആ ചെടി പറിച്ചെടുത്തിട്ട് വേര് മുളച്ചോ എന്ന് നോക്കുന്നത് പോലെ ഓരോ തവണയും ലോക കേരള സഭ എന്തായി എന്ന് വേര് പറിക്കുന്ന വിദണ്ഡവാദികളുടെ നാടാണ് കേരളം. കേരളത്തിലെ മാധ്യമങ്ങൾ അവർ ചോദിക്കുന്നത് കേരളത്തിലെ ലോക കേരള സഭയുടെ നേട്ടം എന്താണ്? ഒന്നാമത്തെ നേട്ടം എന്താണ്? ലോകമാകെ പരന്നു കിടക്കുന്ന മലയാളിയുടെ അവിടേക്കുള്ള സഞ്ചാരമെന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്നൊരു പ്രവാസിയുടെ വേദനയോടുകൂടി ഒരു അനുഭവം. അന്നത്തെ ആ പ്രവാസി ഓർക്കുന്നത് നാരായണിക്കുളി കൂടുപോലുള്ള നാലുകാൽ ഓലപ്പുരയാണ്. അവിടെ ഇന്ന് ആധുനിക ജീവിത പരിസരത്തെ നാം രൂപപ്പെടുത്തി. എങ്കിലും പ്രവാസിയുടെ ഗ്രഹാതുരത്വമുള്ള ജീവിതമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഓരോ പ്രവാസിയും നാട്ടിൽ നിന്നും പുറത്തുപോയി വേറിട്ട് ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ വേരുകളുണ്ടെന്നും വേരുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുവെന്നും ഒരു നാട് പറയുന്നത്, മലയാളക്കര പറയുന്നത് അവരുടെ മനസ്സിലും അവരോടൊപ്പം ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലും ഉണ്ടാക്കുന്ന ആഹ്ലാദം എന്ത് വില കൊടുത്താലും എത്ര മൂല്യം കണക്കാക്കിയാലും അതിന് കണക്കില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് പോലെ മഹാമാരി വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ചില മാധ്യമങ്ങൾ ചോദിച്ചു, ലോകത്തിൻ്റെ നാനാ കോണിൽ ഓരോ രാജ്യത്തും എത്ര മലയാളിയുണ്ട്? അതിൻ്റെ ഉത്തരം പറയുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നമ്മളൊരു സർവേ നടത്തിയതിനെക്കുറിച്ച്. ആ സർവേയുടെ ഭാഗമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ ബന്ധപ്പെടുത്തുന്ന, അവരെ ഓൺലൈനിൽ ബന്ധപ്പെടുത്തുന്ന പോർട്ടലുകൾ രൂപീകരിക്കുന്നതോടുകൂടി ലോകത്തിൻ്റെ ഏത് കോണിലും ഇപ്പോൾ കുവൈറ്റ് ദുരന്തം ഉണ്ടായപ്പോൾ ഇടപെടാൻ കഴിഞ്ഞതുപോലെ ഇടപെടൽ ശേഷി വർദ്ധിക്കും. ഇത്തരമൊരു ഇടപെടൽ ശേഷിക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള ആളുകളെ വർഷത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ തലസ്ഥാനത്ത് വിളിച്ചുകൂട്ടി അവരുടെ വിഷയങ്ങൾ ഒരു സംസ്ഥാന മന്ത്രിസഭ അല്ലെങ്കിൽ നിയമസഭ കേൾക്കാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് തൂർത്തായി മാറുന്നത്? എങ്ങനെയാണ് അസ്വീകാര്യമായി മാറുന്നത്? എങ്ങനെയാണ് കേരള വിരുദ്ധമായി മാറുന്നത്? അവിടെയാണ് കൃത്യമായി പറയേണ്ടത്, ലോകം ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായ ഒരു ഗ്രാമമായി തീർന്നിരിക്കുന്നു എന്ന മിഥ്യയിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ സംവിധാനമായി ലോക കേരള സഭയെ ഇടതുപക്ഷം വികസിപ്പിക്കുന്നു. 4ാം തവണ എത്തുമ്പോൾ 103 രാജ്യങ്ങൾ, അതിൽ ആഫ്രിക്കയിലെ 20 രാജ്യങ്ങൾ, ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലേക്ക് പടർന്നു കയറുന്ന മലയാളി കുടിയേറ്റത്തിൻ്റെ പുതിയ സരണികളാണ് നമ്മുടെ മുന്നിൽ ആ യാഥാർത്ഥ്യം തുറന്നിരുന്നത്. നമ്മൾ അറിയുന്ന രാജ്യങ്ങളല്ല, അറിയാത്ത രാജ്യങ്ങളിലേക്ക് മലയാളി പടർന്നു കയറുമ്പോൾ അവരെ ചേർത്ത് നിർത്താനുള്ള സംവിധാനം. ഇന്ത്യയിൽ തന്നെ 25 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ ലോക കേരള സഭ വരികയാണ്. കാരണം നമ്മുടെ ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളി അവരെ ചേർത്ത് നിർത്തണ്ടേ? ഇങ്ങനെ ഒരു വിശ്വ മലയാളത്തിൻ്റെ രൂപീകരണവും അതിന് സർക്കാരിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും ഓരോ കൊല്ലവും സർക്കാരിൻ്റെ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഭരണപ്രവർത്തനത്തിലും അതിന് സഹായകരമായ പദ്ധതികളും അതിന് നടപ്പാക്കലും മൂന്നിട്ടിറങ്ങിയും ലോകത്തൊരു ഭരണകൂടത്തിനും ചിന്തിക്കാൻ കഴിയാത്ത ഉയരമാണ്. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണഘടന ഒന്നുകൂടി നരേന്ദ്രമോദി തുറന്നു വായിക്കണം. മോദി ഇത്തവണ പാർലമെൻറ്റിൽ ചെന്നപ്പോൾ നരേന്ദ്രമോദി ഭരണഘടനയെ തൊട്ടിരുന്നു, കൊള്ളാം, അത് അടച്ചു വെച്ചിരിക്കുകയാണ്. തുറക്കുമ്പോൾ ഒന്നാമത്തെ വാചകം എന്താണ്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ആ കിടക്കുന്ന വരിയിലെ അവസാനത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഒരു ഫെഡറൽ ഭരണഘടനയുള്ള ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രകൃതിക്ക് ലോകത്തൊരാവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞാൽ അയക്കുക എന്ന മര്യാദ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കുണ്ടാകണം. അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോൾ
ഇന്ത്യ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് തനി തങ്കമല്ല, ചെമ്പാണ് അവരുടെ മനസ്സിൽ തെളിയുകയാണ് ചെയ്തത്. അതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം പതിവ് പോലെ അപമാനിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. കേന്ദ്ര സർക്കാർ കേരളത്തോട് വീണ്ടും 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 വിവേചനപരമായി ദ്രോഹത്തോടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സമയം അനുവദിക്കുന്ന മുറയ്ക്ക് വിശദമായി തന്നെ ചർച്ചയ്ക്ക് എടുത്തു പോകാം. പക്ഷേ ഇപ്പോൾ ആമുഖ സംഭാഷണത്തിൻ്റെ ഒരു നേരമാണ്. ജിന്നാസ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി. ജിൻഷാദ്, താങ്കളുടെ പാർട്ടി അതുപോലെ തന്നെ താങ്കളുടെ മുന്നണി ഒക്കെ നേരത്തെ തന്നെ ലോക കേരള സഭയ്ക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത് വിട്ടുനിൽക്കലിൻ്റെ ഒരു ഘട്ടം വരെ എത്തിയിരുന്നു എന്ന് കേരളത്തിനറിയാം. ഇപ്പോഴിതാ ലോക കേരള സഭയുടെ ചരിത്രത്തിൽ മറ്റൊരധ്യായം കുറിച്ചുകൊണ്ട് പ്രതിപക്ഷത്താൽ നയിക്കപ്പെടുന്ന പല ലോക മലയാളി സംഘടനകളും ഇതിലേക്ക് ആദ്യമായി കടന്നു വരികയാണ്. ഇത്തവണ കേരള സഭയിൽ കടന്നു വരികയാണ്. കേരള സഭയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ, UDFൻ്റെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? പഴയ വിമർശനങ്ങൾ അതേ തോതിൽ അതേ രീതിയിൽ ഉയർത്തുന്നുണ്ടോ? ഇന്ന് ലോക കേരള സഭ അല്പം വൈകി തുടങ്ങിയപ്പോൾ എന്താണ് താങ്കളുടെ ചിന്തകൾ? ജിൻഷാദ്. ഇതിലിപ്പോൾ ലോകമഹാസഭ ഇതിപ്പോൾ 4ാമത്തെ ടേമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം 2018, പിന്നെ 22, 23, ഇപ്പോൾ 24. ഇപ്പോൾ ഈ ലോകമഹാസഭ നടക്കുമ്പോൾ ഞങ്ങളിതിനെ എതിർക്കുന്നതിൻ്റെ കാരണം, ഞങ്ങളാരും ലോകമഹാസഭയ്ക്ക് തത്വത്തിൽ എതിരല്ല. പക്ഷേ ഇതൊരു അനാവശ്യ ധൂർത്തായി ഞങ്ങൾ പറയാനുള്ള കാരണം, കേരളത്തിലെ സാധാരണക്കാർക്ക്, ഇവിടുത്തെ കർഷകർക്ക്, ഇവിടുത്തെ വിധവകൾക്ക്, ഇവിടുത്തെ രോഗികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, ഇവിടുത്തെ മുൻകാലങ്ങളിൽ ഡ്രൈവർമാരായി ക്ഷേമനിധിയിൽ പണമടച്ചവർക്ക്, ഇവർക്കൊന്നും ഇവർക്ക് ലഭിക്കേണ്ട പെൻഷൻ ഇതുവരെ ലഭിക്കുന്നില്ല. ഇവിടെ SC/ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ലഭിക്കേണ്ട സർക്കാരിൻ്റെ ഗ്രാൻഡ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. അവർ പണമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവന്, വീടില്ലാത്തവന് വീട് പണിയാനായിട്ട് പഞ്ചായത്തുകളിൽ നിന്നും ഇവിടെ പണം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് ബില്ല് മാറാനുള്ളത്. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന മറ്റൊരു സാഹചര്യമാണ്. പിന്നെ നമ്മളിപ്പോൾ 2018 ലോക മഹാസഭ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചല്ലോ. എന്താണ് അതിൽ നിന്നും ഇവിടുത്തെ പ്രവാസികൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഇപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട സഖാവ് അനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് ആടുജീവിതവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകളെയൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ അതിനെ ദൂർത്തെന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഈ 4 ലോകമഹാസഭ നടന്നതിൽ എത്ര ആടുജീവിതം നയിക്കേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ആടുജീവിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള എത്ര പ്രവാസികളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്? ആദ്യം ഈ ബെന്യാമിൻ കൊണ്ടുവന്ന ഒരു നൗഷാദാണ് ആദ്യമായി പങ്കെടുത്ത ഒരാൾ. പിന്നെ ഒരു ഗദ്ദാമ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു പണിക്കാരനായിരുന്ന ഒരു പ്രവാസിയാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇത്തവണ ഒരു ഡ്രൈവറാണ് പങ്കെടുത്തിട്ടുള്ളത്. കേവലം വിരലിലെണ്ണാവുന്ന ഒരാളെ വെച്ചാണ് ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നം പഠിക്കാൻ എന്ന് പറയുന്ന ഈ ധൂർത്ത് സഭയിൽ ഇവർ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ വലിയ വൻകിട കച്ചവടക്കാരും, അല്ലെങ്കിൽ CPM-നും ഇടതുപക്ഷത്തിനും പിണറായി വിജയനും താല്പര്യമുള്ള അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഈ സഭ നടത്തുമ്പോൾ, ഈ സഭ കൊണ്ട് ഇതുവരെ ഈ 3 കൊല്ലം കഴിഞ്ഞല്ലോ, ഇതിപ്പോൾ 4ാമത്തെയാണ്. ഈ 3 കൊല്ലം കൊണ്ട് നടത്തിയ, കോടികൾ പൊടിച്ച് നടത്തിയ ഈ ലോക സഭ കൊണ്ട് എന്താണ് കേരളത്തിൽ ഗുണമുണ്ടായിട്ടുള്ളത്? എന്താണ് പ്രവാസികൾക്ക് ഗുണമുണ്ടായിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കണം. വസ്തുതാപരമായ ഒരു ഇടപെടൽ ആവശ്യമായിരിക്കുന്നു. കേരളത്തിലെ പെൻഷൻ കുടിശ്ശിക അത് എങ്ങനെ വന്നു എന്ന സാഹചര്യം നമുക്കറിയാം. ക്ഷേമ പദ്ധതികളിൽ വന്നിട്ടുള്ള വിടവ് അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒപ്പം തന്നെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് പോലുള്ള പണം, പെൻഷൻ തുക, അതിലൊക്കെ വന്നിട്ടുള്ള ആ കാലവിളംബം അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതിനുവേണ്ട ബഹുകോടികൾ ഒരിടത്ത് നിൽക്കുന്നു. ഈ 4 സഭകൾക്കും അതിൻ്റെ അനുബന്ധ സഭകൾക്കും വേണ്ടി ഏതാനും കോടികൾ മാത്രമാണ് ചെലവിട്ടത് എന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ലോക കേരള സഭ നിർത്തിവെച്ചാൽ
ഇല്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരും എന്ന ഒരു വിശ്വാസം കോൺഗ്രസ് പുലർത്തുന്നുണ്ടോ എന്നതുകൂടി പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കാം. ഇതൊരു വസ്തുതാപരമായ ഇടപെടൽ മാത്രമാണ്, തടസ്സപ്പെടുത്തലല്ല. ഇപ്പോൾ ഇവിടെ പെൻഷൻ മുടങ്ങിയതിനെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ LDF വരും എല്ലാം ശരിയാകുമെന്ന് പ്രഖ്യാപിച്ചത് ഈ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ. ഉറപ്പാണ് പെൻഷൻ, ഉറപ്പാണ് വികസനം എന്ന് പ്രഖ്യാപിച്ച് വീണ്ടും അധികാരത്തിൽ വന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ പെൻഷൻ കേരളത്തിൽ മുടങ്ങാതിരിക്കാൻ, റേഷൻ കടകളിൽ ധാന്യങ്ങൾ ഉണ്ടാവാൻ, സപ്ലൈകോ നിറഞ്ഞ് പൂത്തൊലഞ്ഞ് നിൽക്കും വിധത്തിൽ ആളുകൾക്ക് ഗുണം ലഭിക്കാൻ, അത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് ഈ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ്. അതിനെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന മാറി മാറി വന്ന ഏതെങ്കിലും സർക്കാരിൻ്റെ മണ്ടക്ക് വെക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് LDF വരും എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞത്? ലോക കേരള സഭ അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചാൽ, ഇനി അത് ചേരില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമോ എന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾക്ക് മറ്റു വിശദീകരണങ്ങളിലേക്ക് കടക്കാം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് പറയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. സാറേ ഈ ഞാൻ പറയുന്നത് ഈ ലോകമഹാസഭയിൽ ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും പണമില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം മുടങ്ങുന്ന ഈ സമയത്ത് 2 കോടി രൂപ മുടക്കുകയാണ്. എന്തിന്റെ പേരിൽ 2 കോടി മുടക്കുന്നത് നിങ്ങൾക്കറിയാം. 25 ലക്ഷം രൂപ, ഭക്ഷണത്തിന് 10 ലക്ഷം രൂപ, റൂമുകൾ അവിടെ വരുന്നവർക്ക് റൂമുകൾ തയ്യാറാക്കാൻ 25 ലക്ഷം രൂപ, അവിടുത്തെ 2 കോടി ചേർന്നാൽ 5 ലക്ഷം രൂപ, കേവലം 2 കോടി രൂപ, 2 കോടി രൂപ. ഞാൻ പറയുന്നത് 2 കോടി രൂപ. ആ 2 കോടി രൂപയെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ ഈ പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ സർക്കാരിന് കേരളത്തിലെ പാവപ്പെട്ടവനോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ ലോകമഹാസഭ നടത്തുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതുപോലെ ഓൺലൈൻ മീറ്റിംഗ് ആയി നടത്തിക്കൊള്ളാം, മറിച്ച് അതിനുവേണ്ടി ചെലവാക്കാൻ വെച്ച് ഈ 2 കോടി ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പെൻഷൻ പണത്തിന് കൊടുക്കുകയാണ്, ഇവിടുത്തെ SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാൻഡിലേക്ക് ഞങ്ങൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ കൈയടിക്കില്ലേ സാറേ? നിങ്ങൾ അപ്പോൾ അതിനെ ന്യായീകരിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ സാധാരണക്കാരന്, ഇവിടുത്തെ പ്രവാസിക്ക് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത്? കോവിഡ് വന്ന് പ്രവാസികളുടെ ജോലി നഷ്ടപ്പെട്ട് മുഖ്യമന്ത്രി തള്ളി മറിച്ചല്ലോ. എല്ലാവരും കേരളത്തിലേക്ക് പോരൂ, എല്ലാവർക്കും ജോലി, എല്ലാവർക്കും പെൻഷൻ. നിങ്ങൾ ഈ സർക്കാർ ജോലി നഷ്ടപ്പെട്ടു വന്നവർക്ക്, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ മിനിറ്റ്. ഇവിടത്തെ കോവിഡാനന്തര കേരളത്തിലേക്ക് കടന്നു വന്ന പ്രവാസികൾക്ക് ഒരു സൗജന്യ ടിക്കറ്റ് ഈ കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടോ? വിമാന ടിക്കറ്റ് ഈ സർക്കാർ കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് തള്ളി അങ്ങ് മറിക്കും. കോടികൾ വീണ്ടും മുടക്കി പരസ്യമുണ്ടാക്കി പ്രവാസികളെ ചേർത്ത് പിടിക്കും. പ്രവാസികൾ കേരളത്തിന്റെ സൈന്യമാണെന്ന് പറയും. നിങ്ങൾ എന്താണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് പ്രവാസികൾക്ക് വേണ്ടി? ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്. ആടുജീവിതം നയിക്കപ്പെട്ട, അല്ലെങ്കിൽ ആടുജീവിതത്തിന് സമാനമായി ഇവിടെ ഇരകളായിപ്പെട്ടവർക്ക് ഈ സർക്കാർ എന്ത് ആനുകൂല്യമാണ് കൊടുത്തിട്ടുള്ളത്? ഇപ്പൊ തന്നെ ഇവിടെ കുവൈറ്റിൽ മരണപ്പെട്ടവർക്ക് സർക്കാർ 5 ലക്ഷമാണ് പ്രഖ്യാപിച്ചത്. 5 ലക്ഷം എന്ന് കിട്ടുമെന്ന് ജേക്കബ് ജോർജ്, ജിൻഷാദിന്റെ സമയം അവസാനിപ്പിച്ച് ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ കേരളത്തിലെ ഒരു ദശകങ്ങളായി തന്നെ നടന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ അടുത്ത് നിന്ന് നോക്കിക്കണ്ട മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ലോക കേരള സഭ എന്നൊരു പുതിയ ഏർപ്പാട് ഈ സർക്കാരിൻ്റെ മുൻപേ ഉള്ള സർക്കാർ തുടങ്ങി വച്ചിരിക്കുന്നു. അത് ഈ സർക്കാർ, പിണറായി വിജയൻ്റെ 2ാമത്തെ സർക്കാർ അത് തുടരുന്നു. ലോകത്തെ എല്ലായിടത്തും മലയാളി പ്രാതിനിധ്യമുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം അതിൽ അംഗങ്ങളുണ്ട്. അവർ ഇവിടെ ഇടയ്ക്ക് യോഗം ചേരുന്നു. ഈയൊരു പ്രവണത, അതിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ പ്രവണതയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ആമുഖമായി പറയേണ്ട ഒരു ഘട്ടമാണിത്. ധൂർത്തിലേക്ക്, അതേക്കുറിച്ചുള്ള വിമർശനങ്ങളിലേക്കൊക്കെ അടുത്ത ഘട്ടത്തിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് കൂടെ ജോലി ചെയ്തിരുന്ന മരിച്ചവർക്കുള്ള ആദരവ് രേഖപ്പെടുത്തിക്കൊണ്ട് നീട്ടിവെച്ച ആ സമ്മേളനത്തിലെ ഒരു കാര്യപരിപാടി പോലും അതുമൂലം തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ പാതിരാവരെ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രതീകാത്മകമായ ആ കാഴ്ചയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ ജേക്കബ് ജോർജ് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പറയേണ്ട ഘട്ടമാണിത്. ശ്രീ ജേക്കബ് ജോർജ്. എനിക്ക് ഗൾഫ് വിദേശത്ത് ജോലിക്ക് പോകുന്ന മലയാളികൾ, ആ മലയാളി സമൂഹം, അതേക്കുറിച്ച് തികച്ചും വിഭിന്നമായ എൻ്റേതായ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. കാരണം
ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്ത് പുല്ലാട് എന്ന സ്ഥലത്ത് നിന്നാണ്. NPCക്ക് അത് അറിയാമല്ലോ. അവിടെ ഞാൻ പറയാറുള്ളത് ഞാൻ ഒഴിച്ച് എല്ലാവരും ഗൾഫിലാണ്. എനിക്ക് മാത്രം ഒരു കൊച്ചു വീട്. ഞാൻ ഇപ്പോഴാ വീട് അടഞ്ഞു കിടക്കുവാണ്, ആരുമില്ല അവിടെ. കൊച്ചു വീടാണ്. പക്ഷേ ഞങ്ങളുടെ ചുറ്റുമുള്ള വീടുകൾ കാണണ NPC ഒരു ദിവസം വാ, ഞാൻ കൊണ്ടുപോവാം. എനിക്ക് ജിംഷാദിൻ്റെ വീട് എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെ തിരുവല്ല കോഴഞ്ചേരി ബെൽറ്റ്, പത്തനംതിട്ട, മാവേലിക്കര തുടങ്ങിയ ചുറ്റുപാട് പ്രദേശങ്ങൾ അവിടെയൊക്കെ ഉണ്ടല്ലോ സമൃദ്ധി. ഞാൻ കേരളമൊട്ടാകെ എത്രയോ തവണ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് NPC എന്നെ പത്രപ്രവർത്തകൻ എന്നാണ് വിശേഷിപ്പിച്ചത്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണത്. ഞാൻ ഇന്ത്യ ടുഡേയിൽ കേരളത്തിൻ്റെ ലേഖനായിരുന്നു. ഞാൻ കേരളം മുഴുക്കെ ഞാൻ പോയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ ഇങ്ങനെ മലപ്പുറത്ത്, തിരൂർ, ഈ ഗൾഫ് പോക്കറ്റുകൾ, ചാവക്കാട്. കേരളത്തിൻ്റെ സമൃദ്ധി എന്താണ്, പച്ചപ്പ് എന്താണ്, എത്ര കണ്ട് വർണ്ണിച്ചാലും തീരുകയില്ല. കേരളം ഈ സമൃദ്ധിയിലേക്ക് ഉയർന്നതിൻ്റെ പ്രധാന കാരണം ഗൾഫിൽ പോയ നമ്മുടെ മലയാളികളാണ്. അവരുടെ ഒരു കാലത്ത് നമ്മൾ പെട്രോൾ ഡോളർ എന്നൊക്കെ നമ്മുടെ ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇവിടെ ഈ ദുബായ് കേരളത്തിൻ്റെ തലസ്ഥാനമാണെന്നൊരിക്കൽ ഒരാൾ പറഞ്ഞു. ആരെന്നറിയോ? നമ്മുടെ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ വഹാബ്. ഞങ്ങൾ എറണാകുളത്ത് മെറിഡിയൻ ഹോട്ടലിലോ മറ്റോ ഇരിക്കുമ്പോൾ ഒരു ചർച്ചയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒരു കൊച്ചു സദസ്സിലിരുന്ന് ഭയങ്കര രസമാണ് വഹാബ്ക്കായുടെ വർത്തമാനം കേൾക്കാൻ. നല്ല തമാശ, ആ മലബാറിൻ്റെ ഭാഷ, അത് സുന്ദരമായ വാക്കുകളിങ്ങനെ വരും. തമാശ തന്നെ തമാശ. ദുബായ് കേരളത്തിൻ്റെ തലസ്ഥാനമല്ലേ എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട സംഘടന KMCC വിദേശ മലയാളികളുടെ സംഘടനയാണ്. നമ്മൾ ഗൾഫിലൊക്കെ ഞാൻ ഒത്തിരി തവണ പോയിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരൊക്കെയും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഗൾഫിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ KMCC ബഹ്റിനിലാണെന്ന് തോന്നുന്നു എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. NSകാരും വിളിച്ചിട്ടുണ്ട് കേട്ടോ. NPC അതാണ് രസം. അപ്പോഴേ അതാണതിൻ്റെ നോക്കണം. അല്ല, അവർക്ക് വേണ്ടി ഒരുപക്ഷെ ഇന്ത്യയിലെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു വേദി തുറന്നിരിക്കുന്നു. അത് നിയമസഭയിൽ തന്നെ പ്രതീകാത്മകമായിട്ട് നടക്കുന്നു. അത് ആരംഭിച്ച ആ പ്രവണതയെക്കുറിച്ച് താങ്കളൊന്ന് പറയണം. ഒരുപക്ഷെ ഈ പ്രവാസികൾക്ക് വേണ്ടത് രാജ്യം തിരിച്ചു കൊടുക്കുന്നുണ്ടോ? അവർക്കുള്ള യാത്ര കൂലി പോലും കൂടുതലല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളുടെ ചോദ്യമായി അവിടെ മുഴങ്ങിയത് അതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കാലത്താണ് കേരളം തന്നാലാവുന്നത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ആ പ്രവണതയെ വിമർശനങ്ങൾ ഉണ്ടാവാം. ആ പ്രവണതയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു അഭിപ്രായം? അതെ, ഒരു കാര്യം കൂടിയുണ്ട്. മുസ്ലിം ലീഗ് ഇത്തവണ രാജ്യസഭയിലേക്ക് അയച്ചിരിക്കുന്നത് ഹാരിസ് ബീരാനെയാണ്. അദ്ദേഹം സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ്. അതേസമയം KMCCയുടെ ഡൽഹി ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. KMCCക്ക് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭരണപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ IUML കൊടുക്കുന്ന പ്രാധാന്യം അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ആ ഒരു പ്രാധാന്യമാണ് ഗവൺമെൻറ് കഴിഞ്ഞ ഈ ലോക കേരള സഭയിലൂടെ കേരള ഗവൺമെൻറ് അതിനകത്ത് രാഷ്ട്രീയമുണ്ടാവാം, രാഷ്ട്രീയ താല്പര്യം. ഒരു ഗവൺമെൻറ്, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. എതിർക്കുന്ന പ്രതിപക്ഷത്തിനും രാഷ്ട്രീയമുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു നിഷ്പക്ഷനായ ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെല്ലാം ഇന്നും ഞാൻ പോയി ഒന്ന് കാണണം. ഞാൻ ജിംഷാദ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, മഹാരാഷ്ട്ര KPCC അല്ല, മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതിൻ്റെ സെക്രട്ടറി വന്നിട്ടുണ്ട് NPC പ്രതിനിധിയായിട്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഒന്നിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ട് ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞു. അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തനം, കോൺഗ്രസിൻ്റെ ഭാവി, അതേക്കുറിച്ച് അദ്ദേഹം വാചാലിനായിട്ട് സംസാരിക്കുകയാണ്. നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരൻ. പഠിക്കുന്ന കാലത്ത് കോളേജ് യൂണിയൻ്റെ KSU ചെയർമാനായിരുന്നു. നല്ല ചെറുപ്പം മുതലേ KSUവിൽ വളർന്ന ആൾ. അദ്ദേഹം കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ജോ തോമസ് അങ്ങനെ കണ്ടും പേര്. ഇവിടുന്ന് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങൾ അദ്ദേഹം പങ്കിടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ലോക കേരള സഭയോടുണ്ടോ? ഇല്ല, ഞാനത് ചോദിച്ചില്ല. പക്ഷേ
അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് ആസ്വദിച്ചാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സുഹൃത്തുക്കളുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നത് കണ്ടു. അങ്ങനെ ആ സമൂഹത്തിൽ ലോക കേരള സഭയുടെ സമൂഹത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് നടന്നു പോകുന്നതും ഞാൻ കണ്ടു. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണരുത് എന്നാണ് അഭിപ്രായം. പിന്നെ ഇത്രയും ജനത ഇന്ന് നമുക്ക് കുവൈറ്റിൽ അപകടം നടന്നു. NPC അത് ഞാൻ പറയാം, ഇന്ത്യ ടുഡേയിൽ വെച്ച് ഞാൻ ഈ കുവൈറ്റ് യുദ്ധം ഉണ്ടായല്ലോ, ആ സമയത്ത് ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയി കുറേ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി. കുവൈറ്റിലാണ് അന്ന് ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ ആൾക്കാർ, ഒരു അപ്പർ ക്ലാസ് ആൾക്കാർ താമസിച്ചിരുന്നത് ഞങ്ങളുടെ നാട്ടിലാണ്. അവരുടെയൊക്കെ വീടുകൾ ഞാൻ കണ്ടു, അവരുടെയൊക്കെ സമ്പാദ്യം കണ്ടു. അവരൊക്കെ തിരിച്ചു വന്ന് വളരെ ദയനീയമായിട്ട് അവരൊക്കെ ഒത്തിരി പേര് തിരികെ പോയി, കുവൈറ്റിൽ പോയി. അവർ വീണ്ടും ഭയങ്കരമായിട്ട് തിരിച്ചു പിടിച്ചു, വെട്ടിപ്പിടിച്ചു. അതാണ് നമ്മുടെ ഗൾഫിലൊക്കെ പോയിരിക്കുന്ന മലയാളികളുടെ ഒരു ശക്തി. അതാണ് അവിടെ പോയി അവരില്ലായ്മയിൽ നിന്ന് അവർക്ക് കുറച്ച് ചിലപ്പം വിദ്യാഭ്യാസം കുറവായിരിക്കും. കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിൽ 1968 BCom ബാച്ച്, ഞാൻ പഠിച്ച കോളേജാണ് കേട്ടോ, കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജ്. 1968 BCom ബാച്ചിൽ മുഴുവൻ കുട്ടികളും ഗൾഫിലേക്ക് പോയി, മുഴുവൻ പേരും. കുറേ പെൺകുട്ടികൾ മാത്രം കല്യാണം കഴിച്ചു പോയി, ബാക്കി എല്ലാവരും ഗൾഫിൽ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ബാച്ചുകൾ കൊമേഴ്സ് തുടങ്ങിയതേ ഉള്ളൂ. BCom കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 70, 71, 72 ആയപ്പോഴത്തേക്ക് പിള്ളേർ കൂടുതലും അങ്ങ് പോകും. അവിടെയൊക്കെ ഒരു വലിയ പോവും. ഒരു കാലത്ത് ജീവിത സൗകര്യങ്ങൾ തേടിയാണ് പോയിരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ആചാരങ്ങളിൽ നിന്നും ചില അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് പുതിയ തലമുറ പോകുന്നത്. കൂടുകയുള്ളൂ. ജോർജ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ബെന്യാമിൻ നേരത്തെ ഇവിടെ ഈ പരിപാടിയിൽ തന്നെ പരാമർശിക്കപ്പെട്ട ആടുജീവിതം എഴുതി പ്രവാസ മലയാളികളുടെ ഒരു സാംസ്കാരിക അംബാസിഡറെ പോലെ നമ്മൾ മനസ്സിലാക്കുന്ന എഴുത്തുകാരൻ ബെന്യാമിൻ ഉണ്ട്. അദ്ദേഹം ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പുറത്തുള്ള നിരീക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ കണ്ട പോലെ 3 തലത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അതിൻ്റെ ഉള്ളിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് എന്നാണ് എനിക്ക് ഇപ്പോൾ അറിയേണ്ടത്. 4 ലോക കേരള സഭയുടെ ആംബിയൻസ് എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. മുൻ സഭകളിലും പങ്കെടുത്തിരുന്ന ഒരാളാണ് അദ്ദേഹം. അവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സഭ മുന്നോട്ട് പോവുകയാണോ അതോ തരിച്ചു നിൽക്കുന്നുണ്ടോ, സഭയ്ക്ക് പിറകോട്ട് പോകുന്ന തിരിച്ചടികൾ ഏൽക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ബെന്യാമിൻ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. തീർച്ചയായിട്ടും ആദ്യ ലോക കേരള സഭ മുതൽ അതിൻ്റെ അംഗമെന്ന നിലയിൽ വിശാലമായൊരു കാഴ്ചപ്പാടാണ് ലോക കേരള സഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം പ്രവാസികൾ എന്ന് പറയുന്നവർ അന്യരല്ല എന്നും അവർ കേരളത്തിൻ്റെ സ്വന്തമാണ് എന്നും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ ഭാവി വികസനം മുന്നോട്ട് പോകേണ്ടതെന്നും അവരുടെ അനുഭവ പരിജ്ഞാനത്തെ ഇവിടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ലോക കേരള സഭ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആദ്യ 2 സഭകളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെയേറെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പുതിയ അംഗങ്ങൾ വരുന്നു, പുതിയ നിർദ്ദേശങ്ങൾ വരുന്നു, പുതിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരുന്നു, അവർ കൂടുതൽ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ വരുന്നു. അതൊക്കെ കേരളത്തിൻ്റെ ഗുണകരമായ വളർച്ചയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ബെന്യാമിൻ, താങ്കളിലേക്ക് പിന്നീട് കൂടുതലായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി വരാം. ബെന്യാമിൻ, വളരെ കുറഞ്ഞ വാക്കുകളിൽ, അളന്നു തൂക്കിയ വാക്കുകളിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് എന്ന് പറയുന്നത്. ഈ ചർച്ച അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും കുവൈറ്റ് ദുരന്തത്തിൻ്റെ നിഴലിലാണ് ഇത്തവണ ലോക കേരള സഭ നടക്കുന്നത്. ആ ലോക കേരള സഭ അങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. ഇന്ന് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി തന്നെ അതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ കേട്ടു. അതിൽ ഏറ്റവും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, പക്ഷേ അതിൻ്റെ ഔചിത്യത്തിലേക്കും അനൗചിത്യത്തിലേക്കും കടക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വിഷയം, കേരളത്തിൻ്റെ പ്രതിനിധിയായി ദുരന്തഭൂമിയിലേക്ക് പോകാൻ കേരള സർക്കാർ മന്ത്രിസഭ നിയോഗിച്ച ആരോഗ്യമന്ത്രിയെ വീണ ജോർജിനെ അനുമതി കൊടുക്കാതെ കേന്ദ്രം തടഞ്ഞു എന്ന ഒരു പ്രശ്നമാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കളുടെ കൂടി നേതാവായ നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയായ
ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഇതിൻ്റെ അനൗചിത്യവും ഔചിത്യവും ചർച്ച ചെയ്യേണ്ട സമയം അല്ല ഇത്. പക്ഷേ ഇത് എന്തെങ്കിലും തരത്തിൽ കുഴപ്പം നേരിട്ടവരെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുക എന്നൊരു സംസ്കാരമുണ്ട് കേരളത്തിന്. ആ സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വേണ്ട കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ അയക്കാത്തത്, പ്രതിനിധിയെ അയക്കാത്തത് വിവാദമാക്കേണ്ടതില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുപടി എന്നോണം മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ട്, ഇനി വേറെ ആരും ചെയ്യണ്ട എന്ന സമീപനം ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. CPIMൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഒരു വാക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ തടസ്സങ്ങൾ മൂലം പൂർത്തീകരിക്കാൻ വൈകിയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ശരിയായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനാവശ്യമായ പണത്തിൻ്റെ കണക്കെടുത്താൽ 4, 5, 6 കോടി രൂപയുടെ ആവശ്യമുള്ളൂ. കൂടി വന്ന 10,000 കോടി രൂപയുടെ ഒരു കുറവ്. ആ കുറവ് കേന്ദ്രം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഇങ്ങനെ പറയാൻ അവസരമില്ലാത്ത വിധം നമ്മൾ ആ കാര്യങ്ങൾ പരിഹരിച്ചേനെ. 900 കോടി രൂപ വീതം 4 തവണയോ 5 തവണയോ കൂടെ പെൻഷൻ കൊടുത്താൽ ആ കുടിശ്ശിക എങ്ങ് തീരും. പക്ഷേ 2 കോടി രൂപയുടെ ലോ കേരള സഭയും അതുമായിട്ട് എന്താ ബന്ധം? അപ്പം നിങ്ങൾ ലോക കേരള സഭയോട് എന്താണ് സമീപനമെടുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്. അതിൽ നിങ്ങളുടെ തന്നെ പ്രവാസി സംഘടനകൾ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് അവരെ തടയാനായില്ല. നിങ്ങൾ വരാത്തത് ജാള്യത കൊണ്ടാണ്. പ്രധാനപ്പെട്ട പ്രശ്നം പ്രവാസികളോടുള്ള ഈ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം നിങ്ങൾ തുടരുമോ? കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ആ സമീപനം തുടരുമോ? നിങ്ങൾ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് പിരിച്ചുവിടും എന്ന് പറഞ്ഞ പോലെ ഈ ലോക കേരള സഭ അവസാനിപ്പിക്കുമോ? ഇത് കേരളത്തിലെ പ്രവാസി സമൂഹത്തോടും ലോകത്തെ പ്രവാസി സമൂഹത്തോടും നിങ്ങളൊന്നും പറയൂ. നിങ്ങൾ ഈ കടന്നാക്രമിക്കുമ്പോൾ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട യൂസഫ് അലി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് പണം മുടക്കിക്കൊണ്ടാണ്. അതിൻ്റെ കണക്കൊന്നും പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദയവായി അത്തരം വാദങ്ങളിൽ നിന്നും കോൺഗ്രസ് പിന്തിരിയണം, UDF പിന്തിരിയണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മലയാളിയായ കേന്ദ്രമന്ത്രിമാർ ഉള്ളപ്പോൾ മലയാളികൾക്ക് എന്തോ ഗുണം കിട്ടും എന്നൊരു ആശ പലപ്പോഴും വെച്ച് പുലർത്താറുണ്ട്. അത് കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ടായി, ഇപ്പോൾ BJP മന്ത്രിസഭ ഉണ്ടായപ്പോഴും വന്നു. പക്ഷെ അവരെല്ലാം ശകനം മുടക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇപ്പം തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ദുബായ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ദുബൈക്കാർ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ നാടിനെ ഇത് വളർത്തിയതും ഈ നിലയിൽ രൂപപ്പെടുത്തിയതും കേരളീയരാണ്, മലയാളികളാണ്. അതുകൊണ്ട് കേരളത്തിൽ പ്രളയ ദുരിതമുണ്ടായപ്പോൾ അവർ കേരളത്തെ സഹായിക്കാൻ 700 കോടി രൂപ ഔദ്യോഗികമായി അതിനെ ആദ്യം പ്രധാനമന്ത്രി സ്വീകരിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഓചാരം വേണ്ട, ഞങ്ങൾക്ക് ഭിക്ഷ വേണ്ട, ഞങ്ങൾ വിദേശ സഹായം വാങ്ങില്ല. പക്ഷെ ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ വിദേശ സഹായം വാങ്ങി. മാത്രമല്ല, പ്രളയകാലത്ത് നമ്മൾക്ക് ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി നൽകിയിരുന്ന അരിക്ക് വേണ്ടി 204 കോടി രൂപയാണ് കുത്തിരി പിടിച്ച് വാങ്ങിച്ചത്. ഹെലികോപ്റ്റർ വാടക വേറെ. അപ്പോൾ വിവേചനപരമായിട്ട് കേരളത്തോട് പെരുമാറുന്ന ഒരു പുതിയ അനുഭവമാണ്. വിദേശത്ത് പോയി മലയാളികളായ പ്രവാസികളെ കണ്ട് കേരളത്തിന് സഹായം അഭ്യർത്ഥിക്കാൻ പോകുന്ന മന്ത്രിമാർക്ക് പോകാൻ അനുമതിയില്ല. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ മരണമടഞ്ഞവരുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നു. എത്രയോ പേർ പരുക്ക് പറ്റി അങ്ങ് കുവൈറ്റിലുണ്ട്. അവരെ സന്ദർശിക്കാൻ പോകേണ്ടതല്ലേ? അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതല്ലേ? അവരുടെ ആവശ്യങ്ങൾ കേൾക്കേണ്ടതല്ലേ? ഇതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഇതല്ലേ കേരളം ആഗ്രഹിക്കുന്നത്? ഒരു മന്ത്രിസഭ തീരുമാനിച്ച് ഒരു മന്ത്രിയെ പറഞ്ഞയക്കുമ്പോൾ വേണ്ട എന്ന് പറയാൻ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെങ്കിലും ആ അധികാരത്തിൻ്റെ പ്രയോഗം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ വിട്ടില്ല? അപ്പം എന്താ BJPക്കാർ പറയുന്നത്? ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ. ആരാണ് നിങ്ങൾ? നിങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം പ്രതിനിധികളാകുമോ? സംസ്ഥാനങ്ങളുടെ സംഘാതമാണ് ഇന്ത്യ എന്നിരിക്കെ സംസ്ഥാനങ്ങളെ കൂടെ കൂട്ടിച്ചേർത്ത് പോകുമ്പോഴാണ് ഇന്ത്യയാകി തീരുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ ഇന്ത്യയാക്കാൻ ഇനിയും നരേന്ദ്രമോദിക്കാവില്ല.
ഇന്നത്തെ NDA സർക്കാരിനാവില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയും ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കായി പോരാട്ടം ഇനിയും ഉയരേണ്ടതുണ്ട് എന്ന ആവശ്യകതയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്ന ഏറ്റവും ധിക്കാരപരമായ നടപടിയാണ് കേന്ദ്ര സർക്കാരും അതിൻ്റെ മന്ത്രിയായ കേരളത്തിലെ നരേന്ദ്രമോദിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന വ്യക്തിയും ചെയ്തത് എന്ന് പറയാതിരിക്കാൻ മാർഗമില്ല. ഈ വേദന കടിച്ചമർത്തിക്കൊണ്ടും അതിനോടുള്ള പ്രതിഷേധം പറയാതിരിക്കാനാവില്ല. ജിൻഷാദ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ നടപടിയെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. താങ്കൾ അതിനോട് യോജിച്ച് നിൽക്കും എന്നാണ് കരുതുന്നത്. കേരളത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്, മന്ത്രിസഭയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആരോഗ്യമന്ത്രി അവിടെ ചെല്ലാനും ആ ദുരന്ത പ്രദേശം സന്ദർശിക്കാനും അതിൻ്റെ ഇരകളെ ആശ്വസിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും ആവശ്യമെങ്കിൽ വേണ്ട തനിക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടി അവിടേക്ക് പോകുമ്പോൾ അവർക്ക് അനുമതി കൊടുത്തില്ല എന്നതല്ല, സാധാരണ ഇത്തരം സാഹചര്യത്തിൽ അറിയിച്ചുകൊണ്ട് അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് മന്ത്രിമാർ നീങ്ങാറുണ്ട് എന്ന് ഇന്ന് മുഖ്യമന്ത്രി തന്നെ ആ വേദിയിൽ പറഞ്ഞു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വിമാനത്താവളത്തിൽ എത്തുമ്പോഴേക്കും അവർക്ക് അറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അനുമതി ഇല്ല എന്ന്. മന്ത്രിമാർ പുറത്തേക്ക് പോകുമ്പോൾ, രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കേന്ദ്രത്തെ അത് അറിയിച്ചിരിക്കണം, കേന്ദ്രം അത് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസിൻ്റെ ഒരു രീതി ഉള്ളത്. അത് യാത്രകൾ തടയാനുള്ള ഒരു അധികാര പ്രയോഗമായി കേരളത്തിൽ മാറിയിരിക്കുന്നു. ഒരു പ്രതിനിധിയെ തടഞ്ഞു എന്നത് മാത്രമാണോ? കേരളം ഇങ്ങനെ മുറിവേറ്റ് നിൽക്കുന്ന കേരളത്തിൻ്റെ ആ ഒരു മനസാക്ഷിയുണ്ട്. അവർക്ക് അത് ബാധിച്ചവർക്ക് സഹായ പ്രവാഹങ്ങൾ പലയിടത്തും നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ സഹായിക്കേണ്ടതില്ല എന്ന് സഹായിക്കുന്ന ഒരാളും ചോദിക്കുന്നില്ല. ഒരാളുടെയും മനസാക്ഷിയിൽ ഉയരാത്തൊരു ചോദ്യം ഉയർന്ന കേന്ദ്രത്തെക്കുറിച്ച്, കേന്ദ്രത്തിൻ്റെ നടപടിയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ജിൻഷാദ് എന്തു പറയും? തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഇടതുപക്ഷ സർക്കാരിനോട് കടുത്ത വിയോജിപ്പുണ്ട്. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിയോട് രാഷ്ട്രീയപരമായ എതിർപ്പുകളുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പോരായ്മകൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ നമ്മളൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അതിലൊന്നൊരു തർക്കമില്ല. എന്തൊക്കെ പറഞ്ഞാലും വീണ ജോർജ് ഈ കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ മന്ത്രിക്ക് വിദേശത്തേക്ക് പോകാനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ കൊടുക്കണമായിരുന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ കേരളവും കുവൈറ്റും തമ്മിലുള്ളൊരു ബന്ധം അറിയാം. അതൊരു രാജ്യത്തിനപ്പുറം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന, മലയാളികൾ ഒട്ടനവധിയുള്ള ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ GCC രാജ്യങ്ങളിൽ മുഴുവൻ മലയാളികളുടെ സാന്നിധ്യം, അവിടുത്തെ മലയാളി സംഘടനകളുടെ സാന്നിധ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം, അല്ലാത്ത സംഘടനകളുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വിദേശകാര്യ സഹമന്ത്രിയോ വിദേശകാര്യ മന്ത്രിയോ കേന്ദ്രത്തിൻ്റെ അവിടെ പോകുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് കേരളത്തിലെ ഒരു മന്ത്രി പോകുന്നതായിരിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. BJP അവിടെ കാണിച്ചത് അവരുടെ സ്ഥിരമായ, കേന്ദ്ര സർക്കാർ ഇന്ന് പ്രകടിപ്പിച്ചത് അവരുടെ സ്ഥിരമായ മ്ലേച്ഛമായ വിഭാഗ്യതയും വിദ്വേഷവും തന്നെയാണെന്നതിൽ ആർക്കും ഒരു തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നത് കൃത്യമായി പറഞ്ഞത്. പക്ഷേ അത് പറയുമ്പോൾ പോലും ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആ കേന്ദ്രത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരുടെ ഈ രാഷ്ട്രീയ പൊറോട്ട നാടകം തുറന്നു പറയാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ ഇന്ന് അനുഭവിച്ചൊരു വേദനയുണ്ട്. അത് കേവലം ഒരു മന്ത്രിക്കപ്പുറം ഒരു വൈകാരികമായി അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയാണ്, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയാണ് വെച്ചിട്ടാണ് അവർ ക്ലിയറൻസ് ആവശ്യപ്പെട്ടത്. അത് കൊടുക്കാത്തതിൽ കടുത്ത വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട് പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ. അതുപോലെ ആ വിയോജിപ്പ് തുറന്നു പറയേണ്ട സമയം ഇന്നായിരുന്നു. അത് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞില്ല എന്നുകൂടി പറയണം. അങ്ങനെയാണ് അല്ലേ? അങ്ങനെ മുഖ്യമന്ത്രി അല്ലാത്ത കാര്യങ്ങളിൽ തള്ളുണ്ടല്ലോ, ആ തള്ളൊന്നും പറഞ്ഞില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. താങ്കളുടെ നിരീക്ഷണം അങ്ങനെയാണ്. ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്ക് ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി ഇതിനെ എതിർത്തില്ലെന്ന് പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു സംഭവം മുമ്പും ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേതാക്കൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ താങ്കൾ പരാമർശിച്ച കുവൈറ്റ് യുദ്ധത്തിൻ്റെ കാലത്ത് തന്നെ അതിർത്തിയിൽ വേദന അനുഭവിക്കുന്ന ആളുകളെ തേടി കേരളത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അന്നത്തെ മന്ത്രി TK ഹംസ പോയി എന്ന് കേൾക്കുന്നുണ്ട്.
താങ്കൾക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. ഇങ്ങനെ ഒരു സൗമനസ്യം പോലും കാണിക്കാൻ കേന്ദ്രം തയ്യാറല്ല. ഒരു പക്ഷേ കേന്ദ്ര ഭരണകക്ഷിയുടെ ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യത്തിൽ അതിൻ്റെ പല്ലും നഖവും കുറച്ചെങ്കിലും കൊഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പ്രയോഗിക്കുന്നതിൽ കുറച്ചെങ്കിലും ആലോചന ഉണ്ടാകും എന്ന് ജനങ്ങൾ കരുതിയിരുന്നു, മാധ്യമങ്ങൾ കരുതിയിരുന്നു, നിരീക്ഷകർ കരുതിയിരുന്നു. അതൊക്കെ അസ്ഥാനത്താകുകയാണോ? ഈ ഒരു മന്ത്രി വിമാനത്താവളത്തിലെത്തുമ്പോൾ രേഖാമൂലം നിങ്ങൾ പോകരുത് എന്ന് കൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേന്ദ്രം എത്തിയതിൽ ഒരു കമൻറ്റ് ജേക്കബ് ജോർജ്. അത് തീർച്ചയായിട്ടും ഒട്ടും ഭൂഷണമല്ല. ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വളരെ ഊഷ്മളമായി നിലനിൽക്കേണ്ട ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യത്തിൽ കേന്ദ്രം ഒരു ഫെഡറൽ വ്യവസ്ഥിതിയുള്ള ഈ രാജ്യത്ത് കേന്ദ്രം അതിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു മന്ത്രി ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ദയനീയമല്ലേ? ആർക്കും ചങ്ക് തകരുന്ന കാഴ്ചയല്ലേ കുവൈറ്റിലുണ്ടായത്? നമ്മുടെ മൃതദേഹങ്ങളുടെ വന്നപ്പോൾ അവിടെ നേരിട്ട് പോയി നമ്മുടെ ഒരു മന്ത്രി അയക്കുന്നു, ഗവൺമെൻറ് ഉടനെ താല്പര്യപ്പെടുന്നു. വീണ ജോർജ് കൊച്ചിയിൽ പോകുന്നു, വിമാനത്തിൽ കയറാൻ പോകുന്നു, 3-4 മണിക്കൂർ കൊണ്ട് കുവൈറ്റിലെത്തും. പക്ഷേ അതിനെ നിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അപരിഷ്കൃതമായി പോയി. കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും ഇതൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു എന്ന് തന്നെയാണ്. ജേക്കബ് ജോർജ്, ഇനി ഇത് ചെയ്തവരിൽ നിന്ന്, നസറത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ ശവക്കൂമ്പാരങ്ങൾക്ക് മുൻപിൽ പോലും ഫെഡറൽ മര്യാദകൾ പുലർത്താത്തൊരു കേന്ദ്രത്തിൽ നിന്ന് താങ്കൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? കേരളത്തിന് ഇനിയും ദിവസങ്ങളുണ്ട്, നമ്മളുടെ കലണ്ടറിൽ ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് കേന്ദ്രത്തിൻ്റെ സഹായമോ സൗമനസ്യമോ ഐക്യദാർഢ്യമോ ഒക്കെ പല കാര്യത്തിലും വേണ്ടിവരും. അത് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഈ ഒരു സംഭവം നോക്കാം, നമുക്കിനിയും ഭാവി കാര്യം കിടക്കുകയാണല്ലോ. നേരത്തെ 2018 പ്രളയകാലത്ത് നമുക്ക് നന്നായിട്ടറിയാം, അവിടെ ദുബൈയിൽ നിന്ന് ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞ കോടികളുടെ സഹായം അത് ആദ്യം സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി സർക്കാർ അത് വേണ്ട, ഞങ്ങളങ്ങനെ ആരുടെ ഔദാര്യത്തിന് മുമ്പിൽ നിൽക്കുന്നില്ല എന്ന് പറയാൻ കാണിച്ച ഒരു മനോഭാവം തീർച്ചയായിട്ടും അതും വളരെ നികൃഷ്ടമായി പോയി. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യവും, യാതൊരു സംശയവുമില്ല. NPC ഞാനിനി ബെന്യാമിനിലേക്ക് വരികയാണ്. ബെന്യാമിൻ, ആടുജീവിതം പ്രവാസിയുടെ ഒരു തലത്തിലുള്ള ദുരിതങ്ങൾ നമ്മളോടൊക്കെ ഹൃദയം മുറിക്കുന്ന തരത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു പുസ്തകമാണ്. ഇപ്പോഴിതാ പ്രവാസിക്ക് ഇനിയും ദുരിതങ്ങളുണ്ട്, പ്രവാസിയുടെ ജീവിതം ഇനിയും ഭദ്രമായിട്ടില്ല, വേണ്ട പോലെ ഭദ്രമായിട്ടില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു ദുരന്തമായി ഈ കുവൈറ്റ് ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. ആടുജീവിതത്തിൻ്റെ എഴുത്തുകാരന് ഈ കുവൈറ്റ് ദുരന്തത്തെക്കുറിച്ച് എന്തു പറയാനുണ്ട്? ഇപ്പോൾ കേന്ദ്രം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും അതിൻ്റെ ഒരു ആഘാതത്തെക്കുറിച്ച് എന്തു പറയാനുണ്ട്? യഥാർത്ഥത്തിൽ ഈ സംഭവം തെളിയിക്കുന്നത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ, തൊഴിലാളി ക്യാമ്പുകളിൽ കഴിയുന്നവർ ഇപ്പോഴും ദാരുണമായ ചില അവസ്ഥകളിലെങ്കിലും കഴിയുന്നു, സുരക്ഷിതമല്ലാത്ത അവസ്ഥകളിൽ കഴിയുന്നു എന്ന് തന്നെയാണ്. ആടുജീവിതം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളരെയേറെ അറബ് രാജ്യങ്ങളിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും സുരക്ഷയുടെ കാര്യത്തിൽ ഇനിയും നമ്മളേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. പലപ്പോഴും പല ലേബർ ക്യാമ്പുകളിൽ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ആദ്യകാലത്ത് അവിടെ തന്നെ ജീവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ അതിൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾ വളരെ അടുത്ത് അറിയാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോൾ 90കളിലെ 2000-ലെ അവസ്ഥകളിൽ നിന്ന് മാറി ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥകളുണ്ട് എങ്കിൽ പോലും പലയിടങ്ങളിലും തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മുറിയിൽ 8-10 പേര് ഡബിൾ കട്ടിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം, സുരക്ഷിതമായ കവാടങ്ങളില്ലാതിരിക്കുക, ഫയർ എമർജൻസി എക്സിറ്റുകൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള ധാരാളം ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ഒരു പക്ഷേ ലേബർ ക്യാമ്പുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇത്രയധികം 200-200-ലധികം ആളുകൾ താമസിച്ച കെട്ടിടത്തിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ, ഒരു തീപിടുത്തമുണ്ടായപ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ലോക കേരള സഭ നടക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ കൂട്ടായി തീരുമാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കൾ ലേബർ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള സുരക്ഷിതത്വം ഇവിടെ നിന്ന് ഉറപ്പാക്കാം, സംരക്ഷണം ഉറപ്പാക്കാം,
അവരേതുതരം ജീവിത സാഹചര്യങ്ങളാണ് കഴിയുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുവാനൊക്കെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് നമ്മളിതിനെ കാണിക്കുകയാണ്. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒക്കെ നമുക്ക് കഴിയുകയുള്ളൂ. ബെന്യാമിൻ, ഞാൻ ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. ഈ കുവൈറ്റ് ദുരന്തമുണ്ടായപ്പോൾ ഈ ലോക കേരള സഭ അങ്ങനെ ഒരു എൻറ്റിറ്റി ഉള്ളത് എന്തെങ്കിലും തരത്തിൽ ഒരു ആശ്വാസപ്രദമായിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വേദി ഉള്ളത് നന്നായി എന്ന് ഈ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ താങ്കൾക്ക് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ധാരാളം അംഗങ്ങൾ സ്വന്തമായി കമ്പനികൾ നടത്തുന്നവരോ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവരോ അവിടുത്തെ ഭരണ നിർവഹക സമിതികളിലൊക്കെ ഭാഗവാക്കാവാനോ പങ്കാളികളാവാനോ ഉപദേശങ്ങൾ കൊടുക്കാനോ ഒക്കെ പ്രാപ്തരായവരാണ് അവരിൽ ബഹുഭൂരിപക്ഷവും. അതേപോലെ തന്നെ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളും ലോക കേരള സഭയുടെ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അവർക്ക് തങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ലോക കേരള സഭയുടെ മുന്നിൽ വെക്കാനും അതേ സമയത്ത് തന്നെ ഈ മുതിർന്ന അംഗങ്ങൾ അല്ലെങ്കിൽ മാനേജർ വിഭാഗത്തിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ കമ്പനി മുതലാളികളായുള്ളവരുടെ ശ്രദ്ധയിൽ പൊടുന്നനവേദനപ്പെടുത്താനോ ഇനിയുള്ള കാലത്ത് എന്തുതരം സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അവർക്ക് ഏർപ്പെടുത്തേണ്ട ഇൻഷുറൻസുകളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ. ഇപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. കമ്പനികളൊക്കെ വളരെ വേഗത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് പലപ്പോഴും പല കമ്പനികളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ നഷ്ടപ്പെട്ട ജീവൻ്റെ വിലയോളമാവില്ല എങ്കിലും ആ കുടുംബങ്ങൾക്ക് ഒരു അത്താണിയായി തീരുമായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. ലോക കേരള സഭയിൽ അതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ലോക കേരള സഭയിൽ നിന്ന് അതിനൊക്കെ ഉത്തരങ്ങളോ നടപടികളോ അഭ്യർത്ഥനകളോ ഒക്കെ ഉണ്ടാവട്ടെ, അത് ഫലം ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ഈ സഭയുടെ ലോക കേരള സഭയുടെ നേട്ടക്കോട്ടങ്ങൾ വിശകലനം ചെയ്യാനുള്ളൊരു സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യത്തെ അവസരം ജിൻഷാദിന് തരികയാണ്, പ്രതിപക്ഷ പ്രതിനിധി എന്ന നിലയ്ക്ക്. ജിൻഷാദ്, താങ്കളുടെ വശത്ത് നിന്ന് നേരത്തെ ലോക കേരള സഭയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് താങ്കൾക്കിപ്പോൾ കൃത്യമായിട്ട് പറയാവുന്നതാണ്. ഒപ്പം തന്നെ താങ്കളുടെയൊക്കെ ചേരിയിൽ നിന്ന് തന്നെ ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഒരു നേതാവ് ഇത് ലോക കേരള സഭ എന്ന് പറയുന്നത് ഒരു പിരിവ് യന്ത്രമാണ്, CPIM എന്ന ഭരണകക്ഷിയുടെ ഒരു പിരിവ് യന്ത്രമാണ് എന്നൊരു ഗുരുതരമായ ആരോപണം വരെ ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ താങ്കളും വിശ്വസിക്കുന്നുണ്ടോ? ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ ആർഭാടമാണ് അവിടെ നടക്കുന്നത്, മൃഷ്ടാന്ന ഭോജനമാണ് അവിടെ നടക്കുന്നത്, ആഘോഷമാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ തന്നെ പ്രതിപക്ഷ ചേരിയിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോഴും ലോക കേരള സഭ വീണ്ടും ചേരുന്ന ഇങ്ങനെയൊരു സമയത്ത് വീണ്ടും ചേരുന്ന ഈ രാത്രിയിലും അതേ വിമർശനങ്ങൾ കോൺഗ്രസ് പക്ഷത്തിന് ഉണ്ടോ ജിൻഷാദ്? ശ്രീ ചന്ദ്രശേഖർ, താങ്കൾ നേരത്തെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്കൾ എൻ്റെ ഇടയിൽ കയറി സംസാരിച്ച് എൻ്റെ സമയം അപഹരിച്ച് ജോർജ് സാറിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അനിൽകുമാറേട്ടൻ പറഞ്ഞ കാര്യവും പിന്നെ ജോർജ് ജേക്കബ് സാറ് പറഞ്ഞ കാര്യവും, ജോർജ് ജേക്കബ് സാറിൻ്റെ ഒരു അറിവിലേക്ക് പറയുകയാണ്. എൻ്റെ വീട് എറണാകുളത്ത് ആലുവയിലാണ്. സാറിൻ്റെ ഈ ജന്മസ്ഥലമായ കോഴഞ്ചേരി എൻ്റെ അമ്മുമ്മയുടെയും ജന്മസ്ഥലമാണ്. എനിക്ക് സാറിൻ്റെ ആ പരിസരവുമായി ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ളതാണ്. നമ്മൾ വലിയ വലിയ പ്രവാസി അല്ലെങ്കിൽ വലിയ മണിമാളികകൾ കെട്ടിപ്പൊക്കിയ പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊക്കെ അഭിമാനമുണ്ട്. അവരുടെ കച്ചവടം, അവരുടെ ബിസിനസ്, അവരുടെ ഹാർഡ് വർക്കാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ ജീവിക്കുന്ന പ്രവാസികളുണ്ട്. അവർക്ക് ഈ ലോകമഹാസഭ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ഞാൻ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹം അതിലേക്കൊന്നും വന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, 1000 കോടി വേണം പെൻഷൻ കൊടുക്കാൻ, ഈ 2 കോടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണ് അനിൽകുമാർ സാറേ, 2 കോടി കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. കാരണം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് കോടികൾ ചിലവായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിന്, അവിടെ കന്നുകാലികൾക്ക് തൊഴുത്തുണ്ടാക്കിയതിന്, മാറി മാറി വരുന്ന ആഡംബര കാറുകൾ വാങ്ങിയതിന്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 1ാം നിലയിൽ നിന്നും 2ാം നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയതിന് ലക്ഷങ്ങളുടെ ചിലവാണ് നിങ്ങൾ ദൂർത്തടിച്ച് കളഞ്ഞിട്ടുള്ളത്. ഈ ലക്ഷങ്ങൾ മൊത്തം കൂട്ടിവെക്കുമ്പോൾ വീണ്ടും അത് കോടികളാവുകയാണ്
പോവുകയാണ്. അപ്പോഴും നിങ്ങൾ പറയും 1000 കോടി ആവുന്നില്ലല്ലോ, ഈ 1000 കോടി ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഈ 5-10 കോടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചിലവാകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് പാവപ്പെട്ടവൻ്റെ വയറ്റത്തിലടിക്കുന്ന വർത്തമാനമാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത് എന്നതിൽ യാതൊരു തർക്കമില്ല. പിന്നെ ഇന്നിപ്പോൾ കുവൈറ്റിലെ ഈ അപകടത്തിൽ പാവപ്പെട്ട നമ്മുടെ പ്രവാസികൾ മരണപ്പെട്ടു. ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള BJPയുടെ കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെയൊക്കെ ചില ആക്ടിങ്ങുകൾ കാണുമ്പോൾ ഇവരെന്തോ മലമറിച്ച് വന്നിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കേവലം മരണപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ 2 ലക്ഷം രൂപ കൊണ്ട് ഒരു സാധാരണക്കാരൻ, നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഈ മരണപ്പെട്ട പ്രവാസികളുടെ വീടുകൾ കണ്ട്, ഓലമേഞ്ഞ വീടുകളുണ്ട്, കട്ട വിരിച്ചിട്ട് കട്ട വെച്ച് കെട്ടിയിട്ട് വീട് പണി പൂർത്തീകരിക്കാത്ത പ്രവാസികളുണ്ട്. അവർക്ക് മാന്യമായിട്ട് ഒരു പണം പാക്കേജ് പോലും പ്രഖ്യാപിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളം തന്നെ 5 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. ഞാൻ പറയുന്നു, കേരളം ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ഈ ദൂർത്തടിച്ച് കളയുന്ന കാശുണ്ടല്ലോ, കേരളം മിനിമം ഒരു ആ മരണപ്പെട്ട ആൾക്ക് ഒരു 10 ലക്ഷം രൂപയെങ്കിലും കേരളത്തിലെ സർക്കാർ കൊടുക്കണമായിരുന്നു. കാരണം ഇന്നൊരു 5 ലക്ഷം രൂപക്ക് ഒരു ശരാശരി ലൈഫ് പദ്ധതിയിലെ വീട് പോലും വെക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുവൈറ്റിലെ അമീർ, അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ്, അദ്ദേഹം ഈ മരണപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്, അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ആ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കോ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ വീണ്ടും കുവൈത്തിൽ ജോലിയും ഓഫർ ചെയ്യാണ്. അതായത് കുവൈറ്റിലെ അമീർ പോലും ആ പ്രവാസികളോട് കാണിക്കുന്ന കാരുണ്യം ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോ ഈ രാജ്യത്തെ വിദേശ സഹമന്ത്രിമാരോ ആരും കാണിച്ചിട്ടില്ല എന്നതിൽ യാതൊരു തർക്കമില്ല. പിന്നെ 983 അതായത് മൈഗ്രേഷൻ ആക്ട് പ്രകാരം നമ്മളുടെ പഴയകാലത്ത് 40 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള ആ മൈഗ്രേഷൻ ആക്ട് ഒന്ന് അമെൻമെൻറ്റ് ചെയ്യാൻ ഈ കഴിഞ്ഞ 3 നമ്മുടെ ലോകമഹാസഭ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് ഞാൻ ചന്ദ്രശേഖരനെ സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾ നോർക്കയിൽ രജിസ്ട്രേഷൻ നടത്തിയവരുണ്ട്. ഈ കോവിഡ് വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ദിവസം ചാനലിൽ വന്ന് തള്ളിമറിച്ചല്ലോ, നോർക്കയിൽ രജിസ്റ്റർ ചെയ്തോ, നിങ്ങൾക്ക് പെൻഷൻ വരും, നിങ്ങൾക്ക് കേരളത്തിൽ സർക്കാർ ജോലികൾ ലഭിക്കും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി മറ്റ് ജോലികൾ ലഭിക്കുമെന്നൊക്കെ തള്ളിമറിച്ചവരുണ്ട്. ഇപ്പോൾ എൻ്റെ വീട് ആലുവയിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് സഖാവ് അലിക്കുഞ്ഞുണ്ട്. ഞങ്ങളൊക്കെ അലിക്കുഞ്ഞു മാമ എന്നാണ് വിളിക്കുന്നത്. അതായത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ നിമിഷം വരെ ഈ CPM-ഉം ഇടതുപക്ഷ സർക്കാരും എന്ത് പോക്കൃത്തരം ചെയ്താലും ആ പാർട്ടിയെ ന്യായീകരിക്കുന്ന ഒരു അന്തംഗമ്മിയായ ഒരു പാവപ്പെട്ട ഒരു സഖാവ്, അദ്ദേഹം നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ട് കുറേ വർഷങ്ങൾ കാത്തിരുന്നു. ഇപ്പോൾ വിളിക്കുമെന്ന്. പാവപ്പെട്ടവന് ജോലിയും കിട്ടിയില്ല, ഒരു തേങ്ങയും കിട്ടിയില്ല. അവസാനം ഇപ്പോൾ ആലുവ മാർക്കറ്റിൽ ഒരു സൈക്കിളിൽ പഴം വിറ്റ് ജീവിക്കുകയാണ് ആ പാവപ്പെട്ട സഖാവ് അലിക്കുഞ്ഞ്. ഇതുപോലെ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് മനുഷ്യന്മാർ ഈ നോർക്കയിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഈ നോർക്ക കൊണ്ട് എന്ത് ഗുണമാണ് ഇവിടുത്തെ പ്രവാസികൾക്കുള്ളത്? ഇവിടുത്തെ അല്ലെങ്കിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പൊ ലോകമഹാസഭയിൽ നിങ്ങളുടെ ഇടപെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യൂ. ഞാൻ ചോദിക്കട്ടെ, ലോകമഹാസഭയിൽ ഇല്ലെങ്കിലും ഇത് നടന്നില്ലെങ്കിലും ഈ യൂസഫ് അലി പാവപ്പെട്ടവനെ സഹായിക്കുന്നവരാണ്, JK മേനോൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. അപ്പോൾ മഹാസഭയുടെ വേദിയിൽ ഇരുന്നു കൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ പാവപ്പെട്ട പ്രവാസികളെ സഹായിക്കാൻ അവരുടെ സഹായം പ്രഖ്യാപിച്ചതെന്നൊക്കെ വെറുതെ തമാശക്ക് പോലും ബെന്യാമിനെ പോലെയുള്ളവരൊക്കെ പറയരുത്. കാരണം ബെന്യാമിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇടയിൽ നൈസായിട്ട് എന്തായാലും അതിനൊരു പരിസമാപ്തി ആയിട്ടുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ജിൻഷാദ്, കോൺഗ്രസിൻ്റെ പ്രതിനിധി, ഉന്നയിച്ച ആരോപണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോക കേരള സഭ കൊണ്ട് ഒന്നും നടക്കുന്നില്ല, പ്രവാസികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ കോവിഡിന് ശേഷം അതുപോലെ തിരിച്ചു വന്നവർക്ക് ഒക്കെ കൊടുക്കും എന്ന് പറയുന്ന ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ കഴിയുന്നില്ല. അതിലും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ നേതാക്കളായ മുതലാളിമാർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ആ വിമർശനങ്ങൾക്ക് CPIM-നുള്ള മറുപടി? ബഹുമാനപ്പെട്ട യൂസഫ് അലി ആവട്ടെ, വിദേശ രംഗത്തുള്ള പ്രവാസി സംഘടനകളാവട്ടെ, ഒറ്റപ്പെട്ട പല സഹായങ്ങളും പലർക്കും പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മലയാളക്കരയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാകാണിൽ പോയി ജോലിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന നിരവധി വിഷയങ്ങൾ ഇപ്പം തന്നെ കഴിഞ്ഞ ലോക കേരള സഭയിൽ 648 ശുപാർശകളാണ് ഉയർന്നു വന്നത്.
അത് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ 67 എണ്ണം 17 വിഷയങ്ങളിലായി വിവിധ മന്ത്രാലയങ്ങളുടെ കീഴിലേക്ക് പോയി. ആ മന്ത്രാലയങ്ങൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു, ശുപാർശകൾ തയ്യാറാക്കി. ആ ശുപാർശകൾ ഓരോന്നോരോന്നായി നടപ്പാക്കാൻ ശ്രമിക്കുക മാത്രമല്ല, പുതിയ കാര്യങ്ങളെ ഏറ്റെടുത്ത് പുതിയ കാലത്തിന് വേണ്ടി ആവശ്യപ്പെട്ട നിലയ്ക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയും ലോക കേരള സഭ നടക്കും, പുതിയ കാര്യങ്ങൾ ഉയർന്നു വരും. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും എത്രയോ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അവിടെ തട്ടിപ്പിനിരയാകുന്നു. അവരുടെ ജോലി തട്ടിപ്പാണെങ്കിലും അതുപോലെ തന്നെ അവർ പഠിക്കുന്ന ഇടങ്ങളിലെ തട്ടിപ്പാണെങ്കിലും കൈകാര്യം ചെയ്യാൻ അവിടങ്ങളിലൊക്കെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകുന്നത് കേരളത്തിന് ആവശ്യമല്ലേ? ഇത്തരം പല കാര്യങ്ങളും ലോക കേരള സഭയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് ആഗോളവൽകൃതമാകുന്നൊരു ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് അതിൻ്റെ വൈഡ് റേഞ്ചിനെ കുറിച്ചും ഭാവി സാധ്യതയെക്കുറിച്ചും ഉത്കണ്ഠയോടുകൂടിയാണ് കോൺഗ്രസ് കാണുന്നത്. നിങ്ങൾ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല. ഇപ്പം തന്നെ പ്രവാസി ക്ഷേമ നിധി 5000 രൂപയാണ് ഒരു മാസം പ്രവാസികൾക്ക് അതിൻ്റെ പെൻഷനായിട്ട് കൊടുക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഏതോ ഒരു ധീരനായൊരു സഖാവിന് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. അപേക്ഷ കൊടുക്കുമ്പോൾ അതിന് മാനദണ്ഡങ്ങൾക്കുള്ളിൽ വന്നില്ലെങ്കിൽ ആരാണെങ്കിലും ശരിയാവില്ല. പക്ഷെ അതിന് ആ മാന്യദേഹത്തെ എന്തെല്ലാം വാക്കാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, സുധാകരൻ പ്രയോഗിക്കാറുള്ളൊരു വാക്ക്, ഞങ്ങളാരും ചെയ്യാറുള്ള ആളുകളല്ല, ഞങ്ങൾക്ക് ആ ധാർഷ്ട്യവും ഇല്ല. പിന്നെ നിങ്ങൾ ഏത് പറയുമ്പോഴും ഒരു തിരക്കഥയുണ്ട്. കേരളത്തിൽ പിണറായി സർക്കാരിന് ദൂർത്താണ്. ആ തിരക്കഥയിലൊരു കാര്യം വിട്ടുപോയി. അവിടെ ക്ലിഫ് ഹൗസിനകത്തൊരു നീന്തൽക്കുളമുണ്ട്, അത് നന്നാക്കി എന്ന് പറയുന്ന തിരക്കഥ വിട്ടുപോയി. ഇന്നെന്താ പറയാതിരുന്നെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. നീന്തൽക്കുളം ഉണ്ടാക്കിയത് കരുണാകരനായിരുന്നു, അദ്ദേഹത്തിന് നീന്താനായിരുന്നു. അത് കുഴിച്ചു മൂടാൻ പിണറായി തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളത് തലകൊണ്ടേക്കാൻ തയ്യാറാണ്. പിന്നെ ലിഫ്റ്റ് വെച്ചിരിക്കുന്നത് 2 കൊല്ലത്തേക്കല്ല, അടുത്ത മുഖ്യമന്ത്രി ആര് വന്നാലും ആ ക്ലിഫ് ഹൗസിലാണ് താമസിക്കേണ്ടത്. നീന്തൽക്കുളത്തിൽ അവിടെ ഇത്രയും വലിയ പഴക്കമുള്ള ഒരു കെട്ടിടം അനിൽകുമാർ തുടരൂ, ഇനി 4 മിനിറ്റാണ് നമുക്കുള്ളത്. ആര് കുളിച്ചാലും കുളിച്ചില്ലേലും ഞാൻ പറയട്ടെ, നീന്തൽക്കുളം നവീകരിച്ചു എന്നങ്ങ് പറയാൻ വിട്ടുപോയി. ഒരു ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം നവീകരിക്കുന്നോ ലിഫ്റ്റ് വെക്കുന്നോ ഒക്കെയാണോ കേരളത്തിൻ്റെ? ഞാൻ ഒറ്റക്കാര്യം ദയവായി അങ്ങയുടെ ശ്രദ്ധപ്പെടുത്താം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് 72,000-73,000 കോടി രൂപയുള്ളൂ. ഇന്ന് ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് 1,84,000 കോടിയാണ്. നിങ്ങളുടെ ഭരണം പോയ പിന്നെ 8 കൊല്ലക്കാലം കൊണ്ട് 1,00,000-ലേറെ കോടി രൂപയുടെ ബഡ്ജറ്റ് വർദ്ധിച്ചു. അനിൽകുമാർ, മുഖ്യമന്ത്രി തന്നെ ഇന്ന് ലോക കേരള സഭ എന്ത് ചെയ്തു എന്ന്, കഴിഞ്ഞ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും ലോക കേരള സഭ എന്ത് ചെയ്തു എന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിശദമായി പറയാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സൂചിപ്പിച്ചു പോയിരുന്നു. അതൊക്കെ ഇരിക്കെ തന്നെ ലോക കേരള സഭ സമം ആർഭാടം, മൃഷ്ടാന്നം, ആഘോഷം എന്ന ഒരു സമവാക്യം കേരളത്തിന് മുമ്പിൽ എങ്ങനെ വരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് അവസാനിപ്പിക്കാം. ലോക കേരള സഭ മാത്രമല്ല, ഇപ്പം നവകേരള സദസ്സിനകത്ത് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടി അക്കാര്യങ്ങൾ പറയുമ്പോൾ അത് ദൂർത്താണ്. കേരളത്തിന് വേണ്ടി കേരളീയം പരിപാടി നടത്തിയാൽ അത് ദൂർത്താണ്. എന്തിനാ ഈ കഥകളെല്ലാം പറയുന്നത്? കേരളം ഒരടി മുന്നോട്ട് വെക്കരുത്. അത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഒരേ മനസ്സാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം പറയാം. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയപ്പോൾ 1,00,000 പേർ അതിൽ അംഗങ്ങളായി. ഒരു കണക്കാണ്. അതുപോലെ തന്നെ നിരവധിയായ, അതായത് പ്രവാസി മിത്രം പോർട്ടൽ ഇന്ന് പ്രായോഗികമായി പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവാസി ഭാരതി എന്ന് പറഞ്ഞ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് സഹായം നേടിയവർ തന്നെ 14,188 പേർ. കണക്കുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനകത്ത് മുഴുവൻ ആളുകൾക്കും ഒറ്റയടിക്കുന്ന പരിഹാരം ഉണ്ടായിരുന്നല്ല. നമ്മൾ ഓരോ തരത്തിലും പ്രവാസികളെ സഹായിക്കാനും ചേർത്ത് നിർത്താനും കേരളം ഇതാ തയ്യാർ എന്ന നിലയ്ക്കൊരു പദ്ധതി വെച്ചിരിക്കുന്നു. അതിന് അവിടെ വരുന്ന പ്രവാസികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു സമ്മേളനം നടക്കുമ്പോൾ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, ഇത് ധൂർത്താണ് എന്ന് പറയുന്ന ഈ ആഖ്യാനമൊക്കെ എത്രത്തോളം മലയാളികൾ. നന്ദി അനിൽകുമാർ. ഒപ്പം തന്നെ ശ്രീ ജിൻഷാദ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ബെന്യാമിൻ, ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലോക കേരള സഭ, അതേക്കുറിച്ച് പല ആഖ്യാനങ്ങൾ മലയാളികൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. വസ്തുതകളുണ്ട്, ആരോപണങ്ങളുണ്ട്, കെട്ടുകഥകളുണ്ട്. ഇതിൽ നിന്ന് വേണ്ടതുപോലെ തിരഞ്ഞെടുക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.